ഹേ ഗായ്സ്! അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞ് വലിയ പെരുന്നാളായെന്നറിയാം. ഞാൻ ഒരു നോമ്പ് 26, 27 ഒക്കെ ആയപ്പം എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. എനിക്കത് ഇപ്പോഴാണ് ഇടാൻ ടൈം കിട്ടിയത്. സംഭവം കുറച്ച് പേർക്കെങ്കിലും ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ? അതന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി അല്ലെങ്കിൽ പള്ളിക്കഞ്ഞി എന്നൊക്കെ പറയാം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ നോയമ്പായി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഈ നോമ്പ് കഞ്ഞി. സമൂസ ഇല്ലാത്ത ഇഫ്താറില്ലല്ലോ, അതുപോലെയാണ് നോമ്പ് കഞ്ഞി. ഒന്നെങ്കിൽ നമ്മൾ വീട്ടിൽ വെക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വാപ്പിച്ച് പോയി തൂക്കുപാത്രത്തിൽ നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞി വാങ്ങിയിട്ട് വരും. ഇത് വാങ്ങിക്കൊണ്ട് വന്ന് അടുത്ത് വെച്ചാലും അതിങ്ങനെ പറയും, എന്നെ ഒന്ന് തിരിഞ്ഞെങ്കിലും നോക്കടേന്ന്. പക്ഷെ നമ്മളെവിടെ നോക്കാനാ, നമ്മൾ ആ വാങ്ക് വിളിക്കുന്ന കാത്തിരിക്കുമായിരിക്കും. ഒരു കയ്യിൽ ജ്യൂസും ഒരു കയ്യിൽ സമൂസയും. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്നാക്സ് എല്ലാം കഴിച്ച് തീർക്കും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻകോസ്, എൻ്റെ ഉമ്മച്ചിയുടെ നല്ല തേങ്ങയൊക്കെ ഇട്ട കയ്യുരട്ടി എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതും പിന്നെ നല്ലൊരു ബീഫ് റോസ്റ്റോ മട്ടൻ കറിയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് കഞ്ഞി മൈൻഡ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ എൻ്റെ വാപ്പച്ചിക്കുണ്ടല്ലോ കഞ്ഞി മസ്റ്റാണേ. എന്ന് ഗൾഫ് ജീവിതം മതിയാക്കി വന്നോ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഓർമ്മയിൽ എൻ്റെ വാപ്പച്ചി എല്ലാ നോമ്പ് മുറിയും വീട്ടിൽ തന്നെയാണ്. പള്ളിയിലോ വേറെ എവിടെയും ഇപ്പോൾ അങ്ങനെ നോമ്പ് മുറിക്കാറില്ല. പുള്ളി കറക്റ്റായ രീതിയിലാട്ടോ നോമ്പ് മുറിക്കുന്നത്. ഒരു ഗ്ലാസ് പ്ലെയിൻ വാട്ടറും കുറച്ച് ഈത്തപ്പഴവും കഴിക്കും, ഇച്ചിരി ചായ കുടിക്കും, നേരെ പള്ളിയിൽ പോകും, നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നാൽ പിന്നെ കഞ്ഞി കുടിക്കും. കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും പോയി ഖുറാനൊക്കെ ഓതി കുറേ കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് കഴിക്കും. ആ ഒരു ടൈമിൽ നമുക്കുള്ള കഞ്ഞി അവിടെ ബാലൻസ് ആയിരിക്കും. അപ്പോഴത്തേന് ഉമ്മച്ചി കിച്ചൺ ക്ലോസ് ചെയ്യാൻ വരുമ്പോൾ ഉമ്മച്ചി തന്നെ എടുത്ത് കുടിച്ചോളും. അല്ലെങ്കിൽ ഈ വീട്ടിൽ എന്തെങ്കിലും ബാലൻസ് വരുമ്പോൾ നമ്മുടെ ഉമ്മമാരായിരിക്കുമല്ലോ പണ്ട് മുതൽ ഇതെടുത്ത് കഴിക്കുക. അതുപോലെ ഞങ്ങളെ അത്തത്ത, അതായത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ വാപ്പ, ഞങ്ങൾ അത്തത്ത എന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെയും ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കഞ്ഞി. അപ്പോൾ എൻ്റെ മൂത്ത മാമയുടെ വീട്ടിലായിരിക്കും ഞങ്ങൾ അത്തത്ത ഉള്ളത്. അപ്പോൾ പുള്ളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമോ കഞ്ഞി കൊണ്ടുവരുന്നേയും കാത്ത്. മാമ ആണ് പോയി വാങ്ങുന്നത്. അപ്പോൾ മാമ പോയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഞങ്ങൾ കുഞ്ഞാക്കും അത്തത്താക്കും അവരുടെ വീട്ടിലേക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ വാങ്ങിയിട്ട് വരും. പക്ഷേ ഇന്ന് ആ കഞ്ഞി കൊണ്ടുവരുന്നേയും കാത്തിരിക്കാൻ ഞങ്ങൾ അത്തത്ത ഇല്ല. ഞങ്ങൾ അത്തത്ത മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം ആവാറായി. ഉപ്പാടെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ കഞ്ഞി ഇഷ്ടമല്ലാത്തൊരു ഐറ്റം ആയിരുന്നു. പക്ഷേ ഇപ്പോൾ സൗദിയിലോട്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു 4ാമത്തെ നോയമ്പെന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ കഞ്ഞി കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ ഇവിടെ പിന്നെ തൂക്കാത്തരം എടുത്തുകൊണ്ട് പോയി പള്ളിയിൽ പോയി കഞ്ഞി വാങ്ങാനുള്ള സെറ്റപ്പൊന്നും ഇല്ലല്ലോ. എനിക്ക് അറിയാവുന്ന പോലെ ഇങ്ങനെ ഉണ്ടാക്കി 2-3 പ്രാവശ്യം സെറ്റായില്ലെങ്കിൽ 4ാമത്തെ പ്രാവശ്യം എന്തായാലും സെറ്റായി കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ച കഞ്ഞീൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബൈ.